ലോകം ഉറ്റുനോക്കുന്ന രണ്ട് വൻശക്തികൾ അമേരിക്കയും ചൈനയും. ഇവർ തമ്മിലുള്ള വ്യാപാര യുദ്ധവും നയതന്ത്ര തർക്കങ്ങളും നാം എന്നും കാണാറുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് നയതന്ത്ര മര്യാദകളുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളിലെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടിയെന്ന് ഞെട്ടിക്കുന്ന വാർത്തകളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈനീസ് സന്ദർശനത്തിനിടെ ബീജിംഗിൽ ചരിത്രപ്രസിദ്ധമായ ടെമ്പിൾ ഓഫ് ഹെവനിൽ അരങ്ങേറിയത് നാടകീയമായ രംഗങ്ങളായിരുന്നു. ആയുധധാരിയായ ഒരു US സീക്രട്ട് സർവീസ് ഏജന്റിനെ ചൈനീസ് ഉദ്യോഗസ്ഥൻ തടഞ്ഞതോടെ തുടങ്ങിയ തർക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അധികാര വടംവലിയുടെ പ്രകടമായ തെളിവായി മാറിക്കഴിഞ്ഞു. വ്യാഴാഴ്ച രാവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ബീജിംഗിലെ ടെമ്പിൾ ഓഫ് ഹെവൻ സന്ദർശിക്കാനെത്തിയപ്പോഴാണ് സംഭവങ്ങളുടെ തുടക്കം. പ്രസിഡന്റിന്റെ സുരക്ഷാ ചുമതലയുള്ള ആയുധധാരിയായ US സീക്രട്ട് സർവീസ് ഏജന്റിനെ അകത്തേക്ക് കടത്തിവിടാൻ ചൈനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ വിസമ്മതിച്ചു എന്നതാണ് തർക്കത്തിനുള്ള കാരണം. ആയുധവുമായി പ്രവേശനം അനുവദിക്കില്ലെന്ന ചൈനയുടെ കടുത്ത നിലപാട് ഇവിടെ തർക്കത്തിന് കാരണമായി. ഏകദേശം അരമണിക്കൂറോളം ഈ അനിശ്ചിതത്വം നീണ്ടുനിന്നു. ഒരു ഘട്ടത്തിൽ ഇരുവിഭാഗം ഉദ്യോഗസ്ഥരും തമ്മിൽ രൂക്ഷമായ വാഗ്വാദമുണ്ടാവുകയും ഇത് നിശ്ചയിച്ചിരുന്ന പരിപാടികളെ പോലും ബാധിക്കുകയും ചെയ്തു. അമേരിക്കൻ പത്രപ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും പലയിടങ്ങളിലും ചൈനീസ് അധികൃതർ തടഞ്ഞുവെക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ടെലിഗ്രാഫ് ലേഖകൻ ഉൾപ്പെടെയുള്ള വിദേശ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തത് ബീജിംഗിലെത്തിയ ശേഷം പലതവണ ഇത്തരത്തിലുള്ള കടുത്ത ഏറ്റുമുട്ടലുകൾക്ക് തങ്ങൾ സാക്ഷ്യം വഹിച്ചു എന്നാണ്. ഈ അസ്വാരസ്യങ്ങൾ ഇതാദ്യമല്ല എന്നതാണ് വസ്തുത. 2017 ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിച്ചപ്പോഴും ഇതിലും ഗൗരവകരമായ സാഹചര്യം ഉടലെടുത്തിരുന്നു. അന്ന് തർക്കത്തിന്റെ കേന്ദ്രബിന്ദു ന്യൂക്ലിയർ ഫുട്ബോൾ എന്നറിയപ്പെടുന്ന ആ ബ്രീഫ് കേസ് ആയിരുന്നു. ലോകത്ത് എവിടെയിരുന്നും ആണവാക്രമണത്തിന് ഉത്തരവിടാനുള്ള രഹസ്യ കോഡുകളും ആശയവിനിമയ സംവിധാനങ്ങളും അടങ്ങിയ ഈ പെട്ടി എപ്പോഴും അമേരിക്കൻ പ്രസിഡന്റിനൊപ്പം ഉണ്ടാകണം എന്നതാണ്. അന്ന് ബീജിംഗിലെ ഗേറ്റ് ഹാളിലേക്ക് ഈ ബ്രീഫ് കേസുമായി പ്രവേശിക്കാൻ ശ്രമിച്ച സൈനിക ഉദ്യോഗസ്ഥനെ ചൈനീസ് സുരക്ഷാ സേന തടഞ്ഞു. ഉടൻ തന്നെ വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് ജോൺ കെല്ലി ഇടപെടുകയും തന്റെ ഉദ്യോഗസ്ഥരോട് മുന്നോട്ട് പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ ഉന്തും തള്ളിലും ഒരു ചൈനീസ് ഉദ്യോഗസ്ഥൻ നിലത്തു വീണതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു. അമേരിക്കൻ സുരക്ഷാ സേന തങ്ങളുടെ പ്രോട്ടോകോൾ ലംഘിക്കില്ലെന്ന് ഉറച്ചു നിന്നപ്പോൾ ഇത് ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ നിയമം എന്ന നിലപാടിലായിരുന്നു ചൈന. അമേരിക്കൻ പ്രസിഡന്റിന്റെ സുരക്ഷ എന്നത് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ഒന്നാണ്. അദ്ദേഹം പോകുന്നിടത്തെല്ലാം ആയുധധാരികളായ ഏജന്റുമാരും ആശയവിനിമയ സംവിധാനങ്ങളും ആണവ കോഡുകളും ഉണ്ടാകണമെന്നത് അവിടുത്തെ നിയമമാണ്. എന്നാൽ ചൈനയെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യം തങ്ങളുടെ മണ്ണിൽ മറ്റൊരു രാജ്യത്തിന്റെ സുരക്ഷാ ഏജന്റുമാർക്ക് പൂർണ്ണ അധികാരം നൽകാൻ തയ്യാറല്ല. ബീജിംഗ് വിമാനത്താവളത്തിൽ നിയന്ത്രണം പോലും പ്രസിഡന്റ് ഉള്ള സമയത്ത് തങ്ങൾക്ക് വേണമെന്ന അമേരിക്കയുടെ ആവശ്യം ചൈന മുമ്പ് തള്ളിയിരുന്നു. സ്വന്തം മണ്ണിൽ സുരക്ഷ ഒരുക്കാൻ തങ്ങൾക്കറിയാമെന്ന ചൈനയുടെ ആത്മവിശ്വാസം അമേരിക്കൻ പ്രോട്ടോകോളിന് വെല്ലുവിളിയാവുകയാണ്. ഇറാൻ വിഷയം, ഊർജ്ജ സുരക്ഷ, ലഹരി മരുന്ന് നിയന്ത്രണം തുടങ്ങിയ നിർണായക വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ട്രംപും ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തിയത്. എങ്കിലും പുറത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഈ ഉരസൽ ചർച്ചകളെയും കലുഷിതമാക്കുന്നു. വൈറ്റ് ഹൗസ് ഇതുവരെ ഈ സംഭവത്തിൽ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിലും അമേരിക്കൻ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് ഈ വാർത്ത നൽകുന്നത്. ലോകത്തെ രണ്ട് മഹാശക്തികൾ തമ്മിലുള്ള ഈ അധികാര വടംവലി കേവലം സുരക്ഷാ പ്രശ്നമല്ല, മറിച്ച് ആരാണ് ലോകത്തെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് എന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. ഒരു വശത്ത് ചൈനയുടെ കടുംപിടുത്തവും മറുവശത്ത് അമേരിക്കയുടെ വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷാ നിയമങ്ങളും ഈ ഈഗോ പോരാട്ടം വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. Way2Nikah.com, the exclusive Muslim matrimonial site.